Hello everyone, welcome to my channel. ഇന്ന് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് മൾട്ടി പ്രോഗ്രാമിംഗ്, വാട്ട് ഈസ് മൾട്ടി ടാസ്കിംഗ് ആൻഡ് ഓൾസോ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ മൾട്ടി പ്രോഗ്രാമിംഗ് ആൻഡ് മൾട്ടി ടാസ്കിംഗ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് മൾട്ടി പ്രോഗ്രാമിംഗ്. A computer running more than one program at a time. This is known as multi programming. അതായത് അറ്റ് എ ടൈം മോർ ദാൻ വൺ പ്രോഗ്രാംസ് ഒരു കമ്പ്യൂട്ടറിൽ റൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ മൾട്ടി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഈ ഡയഗ്രാം നോക്കിയേ, അതായത് നമ്മുടെ പ്രോഗ്രാംസൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? സെക്കൻഡറി മെമ്മറിയിൽ വെച്ചിട്ടാണ് നമ്മൾ പ്രോഗ്രാംസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ സെക്കൻഡറി മെമ്മറിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോഗ്രാംസ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എവിടെയാണെന്ന് നോക്കിയേ, CPU-ലാണ്. അതെ, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് നമ്മുടെ പ്രോഗ്രാംസിനെ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോഗ്രാം ഈസ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. ആ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത് CPU-ൽ വെച്ചിട്ടാണ്. അപ്പോൾ ഒരു പ്രോസസ്സിന് സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് ഒരു പ്രോഗ്രാമിന് ഒരിക്കലും CPU-നെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം സ്പീഡ് തന്നെയാണ്. സെക്കൻഡറി മെമ്മറി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ CPU-ന് സ്പീഡ് ഈസ് വെരി ഹൈ. അതുകൊണ്ട് തന്നെ ഒരിക്കലും CPU-ന് സെക്കൻഡറി മെമ്മറി ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഓരോ പ്രോഗ്രാംസിനും നമ്മൾ ഫസ്റ്റ് പ്രൈമറി മെമ്മറിയിലേക്ക് അല്ലെങ്കിൽ റാൻഡം ആക്സസ് മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യണം. അവിടെ നിന്നാണ് CPU ആക്സസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, മൾട്ടി പ്രോഗ്രാമിങ്ങിൽ മോർ ദാൻ വൺ പ്രോഗ്രാംസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന മോർ ദാൻ വൺ പ്രോഗ്രാംസ് റാൻഡം ആക്സസ് മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്നതിനെയാണ് മൾട്ടി പ്രോഗ്രാമിംഗ് എന്ന് പറയുക. ഇവിടെ നോക്കിയേ, P1, P2, P3, P4 4 പ്രോസസ്സും റാൻഡം ആക്സസ് മെമ്മറിയിൽ എക്സിക്യൂഷന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് സീക്വൻഷ്യലി ആയിരിക്കും CPU-നെ ആക്സസ് ചെയ്യുന്നതും എക്സിക്യൂട്ട് ചെയ്യുന്നതും. അതായത് P1 CPU-നെ ആക്സസ് ചെയ്ത് കഴിഞ്ഞ് P1 CPU-നെ ആക്സസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ P2 ആക്സസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യും. നെക്സ്റ്റ് P3 എക്സിക്യൂട്ട് ചെയ്യും, ദെൻ P4 എക്സിക്യൂട്ട് ചെയ്യും. ഇങ്ങനെയാണ് ഇവിടുത്തെ ഓപ്പറേഷൻ നടക്കുന്നത്. ഓക്കെ, അതിൻ്റെ മെയിൻ ഗോൾ എന്താണെന്ന് വെച്ചാൽ ടു മാക്സിമൈസ് ദ CPU യൂട്ടിലൈസേഷൻ എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു നോൺ മൾട്ടി പ്രോഗ്രാമിംഗ് എൻവയോൺമെൻറ്റിലാണെങ്കിൽ അറ്റ് എ ടൈം ഈ റാൻഡം ആക്സസ് മെമ്മറിയിൽ ഒരു പ്രോസസ്സ് മാത്രമാണ് ലോഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇവിടെ നമുക്ക് അറ്റ് എ ടൈം 4 പ്രോസസ്സാണ് മൾട്ടി പ്രോഗ്രാമിങ്ങിൽ ലോഡ് ചെയ്തത്. പക്ഷേ ഒരു നോൺ മൾട്ടി പ്രോഗ്രാമിങ്ങിലാണെങ്കിൽ അറ്റ് എ ടൈം ഒരു പ്രോസസ്സ് മാത്രമാണ് റാമിൽ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ആ പ്രോസസ്സിനെ CPU എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രോസസ്സ് സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് റാമിലേക്ക് ലോഡ് ചെയ്യുന്നത് വരെ CPU ഐഡിയൽ സ്റ്റേറ്റിലായിരിക്കും. ഐഡിയൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ CPU ഫ്രീ ആയിട്ട് ഇരിക്കും. അതുകൊണ്ട് എന്താ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അത് സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസിനെ എഫക്റ്റ് ചെയ്യും. അങ്ങനെ ഒരു പ്രോബ്ലത്തിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൾട്ടി പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഇവിടെ ഇപ്പോൾ ഓരോ പ്രോസസ്സും ഇപ്പോൾ മോർ ദാൻ വൺ പ്രോസസ്സ് മെമ്മറിയിലുള്ളതുകൊണ്ട് 1 by 1 ആയിട്ട് ഇപ്പോൾ P1 എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ P2 ലോഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ CPU ഐഡിയൽ സ്റ്റേറ്റിലിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്നില്ല. CPU ഈസ് ഓൾവേസ് ബിസി. അതുകൊണ്ടാണ് ഇത് CPU-ൻ്റെ യൂട്ടിലൈസേഷൻ മാക്സിമൈസ് ചെയ്യുന്നു പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇപ്പോൾ ഒരു പ്രോസസ്സ്, ഇപ്പോൾ P1 എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് CPU-ൽ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ P2-നെ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ P1 CPU-നെ റിലീസ് ചെയ്യുന്നത് 2 കണ്ടീഷനിലാണ്. ഒന്ന്, P1 അതിൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്ത് CPU-നെ റിലീസ് ചെയ്യണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ P1-ന് ചെയ്യേണ്ടതായിട്ട് വരും. ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? P1-ൻ്റെ ഇപ്പോൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഫയൽ റീഡ് ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഹാർഡ്വെയർ, ഇപ്പോൾ പ്രിൻ്റർ പോലെയുള്ള ഹാർഡ്വെയറിനെ ആക്സസ് ചെയ്യേണ്ടി വരും. ഇതിനെയാണ് നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ എന്ന് പറയുക. ഈ 2 കേസിൽ മാത്രമാണ് P1 CPU-നെ റിലീസ് ചെയ്യുള്ളൂ. P1 റിലീസ് ചെയ്താൽ മാത്രമേ P2-നെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. P2 എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് P3-ക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, മൾട്ടി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് നോൺ പ്രിയംറ്റീവ് എന്ന് പറയും. നോൺ പ്രിയംറ്റീവ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഒരു പ്രോസസ്സ് CPU-നെ എക്സിക്യൂഷന് വേണ്ടിയിട്ട് ആക്സസ് ചെയ്താൽ ആ പ്രോസസ്സിൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ CPU-നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ആ എക്സിക്യൂഷൻ കഴിഞ്ഞിട്ട് മാത്രമേ അവിടെ നിന്ന് പ്രിയംപ്റ്റ് ചെയ്ത് പോവുള്ളൂ. അതുകൊണ്ടാണ് നമ്മളതിനെ നോൺ പ്രിയംറ്റീവ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ P1 എന്ന് പറഞ്ഞൊരു പ്രോസസ്സിന് 5 നാനോ സെക്കൻഡ്സ് ആണ് അതിൻ്റെ എക്സിക്യൂഷൻ ടൈം എന്നുണ്ടെങ്കിൽ ആ 5 നാനോ സെക്കൻഡ്സ് CPU-ൽ എക്സിക്യൂട്ട് ചെയ്തിട്ടാണ് അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അത് CPU-നെ റിലീസ് ചെയ്യുള്ളൂ. അപ്പോൾ അത്രയും ടൈം P2, P3, P4 ഒക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് സ്റ്റാർവേഷൻ. സ്റ്റാർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രോസസ്സ് ഒരു റിസോഴ്സിന് വേണ്ടിയിട്ട് ലോങ് പീരീഡ് ഓഫ് ടൈം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനെയാണ് സ്റ്റാർവേഷൻ എന്ന് പറയുന്നത്. ഇവിടെ P1 എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ P1 എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ CPU-ൽ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ
P1 എക്സിറ്റ് ചെയ്യാതെ P2നും P3നും P4നും എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഓരോ പ്രോസസ്സിൻ്റെയും എക്സിക്യൂഷൻ ടൈം ചിലപ്പോൾ ചില പ്രോസസ്സിൻ്റെയൊക്കെ എക്സിക്യൂഷൻ ടൈം കൂടുതലായിരിക്കും. അപ്പോൾ അത്രയും ടൈം അതർ പ്രോസസ്സസൊക്കെ വെയിറ്റ് ചെയ്ത് ഇരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് അവിടെ സ്റ്റാർവേഷൻ ഇഷ്യൂ ഉണ്ടാവുമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒരു മൾട്ടി പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് നെക്സ്റ്റ് മൾട്ടി ടാസ്കിങ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റാണ് മൾട്ടി ടാസ്കിങ്. മൾട്ടി ടാസ്കിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്പെഷ്യൽ കേസ് ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ്. മൾട്ടി പ്രോഗ്രാമിംഗ് പോലെ തന്നെ മോർ ദാൻ വൺ പ്രോസസ്സിനെ അറ്റ് എ ടൈം എക്സിക്യൂട്ട് ചെയ്യുന്നതിനെയാണ് മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ടൈം ഷെയറിംഗ് ടെക്നിക്കാണ്. അതായത് ഓരോ പ്രോസസ്സിനും സിസ്റ്റം ഒരു ടൈം ക്വാണ്ടം അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ പർട്ടിക്കുലർ ടൈമിൻ്റെ ഉള്ളിൽ ആ പ്രോസസ്സ് CPU എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ആ പർട്ടിക്കുലർ ടൈം കഴിഞ്ഞാൽ CPU റിലീസ് ചെയ്ത് പോകും. ഓക്കെ, ഒരു പ്രോസസ്സ് CPU റിലീസ് ചെയ്യാൻ 2 കണ്ടീഷൻസ് ആണുള്ളത്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ആ പർട്ടിക്കുലർ ടൈം എക്സ്പയർ ചെയ്യുമ്പോൾ CPU റിലീസ് ചെയ്യും. അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ടൈമിൻ്റെ ഉള്ളിൽ ആ പ്രോസസ്സ് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് CPU റിലീസ് ചെയ്യും. പിന്നെ മെമ്മറിയിൽ നിന്ന് തന്നെ ടെർമിനേറ്റ് ചെയ്ത് പോകും ആ പ്രോസസ്സ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ P1 എന്നൊരു പ്രോസസ്സ് CPU എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, മെയിൻ മെമ്മറിയിൽ റെഡി സ്റ്റേറ്റിൽ P2, P3, P4 ഇത്രയും പ്രോസസ്സ് എക്സിക്യൂഷന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു മൾട്ടി ടാസ്കിങ്ങിൽ ഓരോ പ്രോസസ്സിനും ഒരു ടൈം ക്വാണ്ടം അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഇപ്പോൾ P1 2 മില്ലി സെക്കൻഡ്സ് ആണ്, P2 5, 10, 3. മൾട്ടി ടാസ്കിങ്ങിൽ എങ്ങനെ ഓപ്പറേഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ P1 എക്സിക്യൂട്ട് ചെയ്യും. 2 മില്ലി സെക്കൻഡ്സ് P1 CPU എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ P1 ആക്ച്വൽ എക്സിക്യൂഷൻ ടൈം ചിലപ്പോൾ 5 മില്ലി സെക്കൻഡ്സ് ആയിരിക്കാം. അങ്ങനെയുള്ള കേസിൽ P1 2 മില്ലി സെക്കൻഡ്സ് എക്സിക്യൂട്ട് ചെയ്ത് CPU റിലീസ് ചെയ്യും. ബാക്കി 3 മില്ലി സെക്കൻഡ്സും കൂടെ എക്സിക്യൂഷൻ ഉണ്ട്. അപ്പോൾ P1 എന്ത് ചെയ്യും? P1 വെയിറ്റിംഗ് ക്യൂവിൽ നെക്സ്റ്റ് എക്സിക്യൂഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇതുപോലെ ഇപ്പോൾ P2 ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് വിചാരിക്കുക. ഇപ്പോൾ P2 ആണ് എക്സിക്യൂഷൻ CPU ചെയ്യുന്നത്. P2 നമ്മളിവിടെ പറഞ്ഞു 5 മില്ലി സെക്കൻഡ്സ്. അപ്പോൾ P2 അലോക്കേറ്റ് ചെയ്ത ടൈം 5 മില്ലി സെക്കൻഡ്സ് ആണ്. P2 കംപ്ലീഷൻ ടൈമും P2 ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ 5 മില്ലി സെക്കൻഡ്സും ടൈം മതി. അപ്പോൾ P2 എന്ത് ചെയ്യും? P2 5 മില്ലി സെക്കൻഡ്സ് കംപ്ലീറ്റ് ചെയ്താൽ P2 ടാസ്ക് കംപ്ലീറ്റ് ആയിപ്പോയി. അപ്പോൾ P2 പിന്നെ വെയിറ്റിംഗ് ക്യൂവിൽ നിൽക്കേണ്ട കാര്യമില്ല. P2 ഡയറക്റ്റ് മെമ്മറിയിൽ തന്നെ ടെർമിനേറ്റ് ചെയ്ത് പോകും. ഓക്കെ, ഇങ്ങനെയാണ് ഇവിടെ പ്രോസസ്സ് നടക്കുന്നത്. മൾട്ടി ടാസ്കിങ് പ്രിഎംപ്റ്റീവ് ആണ്. എന്ന് വെച്ചാൽ ഒരു പ്രോസസ്സ് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു പെർട്ടിക്കുലർ ടൈം ക്വാണ്ടം ഉണ്ടെന്ന് പറഞ്ഞു. ആ ടൈം ക്വാണ്ടം കഴിഞ്ഞാൽ CPU അത് റിലീസ് ചെയ്ത് വേറൊരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യും. അതുകൊണ്ടാണ് അതിന് പ്രിഎംപ്റ്റീവ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സിക്യൂഷൻ അതിൻ്റെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിലും അത് ആ ടൈം കഴിഞ്ഞാൽ അത് റിലീസ് ചെയ്തു പോകും. അതുകൊണ്ടാണ് അതിന് പ്രിഎംപ്റ്റീവ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ സ്റ്റാർവേഷൻ ഇഷ്യൂ ഒന്നും വരുന്നില്ല. കാരണം ഓരോ പ്രോസസ്സിനും ടൈം എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടുന്നുണ്ട്. പിന്നെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ട ഒരു പർട്ടിക്കുലർ ടൈം ഓരോ പ്രോസസ്സിനും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് നേരം പ്രോസസ്സുകളൊന്നും വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. അതുകൊണ്ട് സ്റ്റാർവേഷൻ ഇഷ്യൂ ഇല്ല. ഇനി ഇതിൻ്റെ മെയിൻ ഗോൾ എന്താണെന്ന് വെച്ചാൽ ടു മിനിമൈസ് റെസ്പോൺസ് ടൈം. അതായത് ഇത് എല്ലാ പ്രോസസ്സും എക്സിക്യൂട്ട് ചെയ്യുന്നത് ഒരു ടൈമിനെ ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് എല്ലാ പ്രോസസ്സിനും CPU ആക്സസ് ചെയ്യാനുള്ളൊരു ടൈം കിട്ടും ചെയ്യും. യൂസറിന് പെട്ടെന്ന് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ഫീൽ കിട്ടും. അതുകൊണ്ടാണ് അത് മിനിമൈസ് റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത്. ഇതാണ് മൾട്ടി പ്രോഗ്രാമിങ്ങും മൾട്ടി ടാസ്കിങ്ങും. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ സിസ്റ്റം കോൾസും പിന്നെ ഫോക്ക് സിസ്റ്റം കോൾസിനെ കുറിച്ച് പഠിക്കാം.